الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. عباد الله ഊസിക്കും വഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ഏറെ സ്നേഹാധനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് നിൽക്കുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. നമ്മുടെ വീട്ടിലേക്ക് ഒരു സ്പെഷ്യൽ അതിഥി കടന്നു വരുന്നു എന്നറിയുമ്പോൾ അലങ്കോലപ്പെട്ട് കിടക്കുന്ന റൂമുകൾ, അടുക്കും ചിട്ടയും ഇല്ലാതെ നമ്മുടെ ഹാളുകൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ വീടിനെ വൃത്തിയാക്കാനും അതിനെ തർത്തീബ് ചെയ്യാനും അതിനെ ഏറ്റവും മനോഹരമായി ഉള്ളതെങ്ങനെയാണോ അതിനേക്കാൾ മനോഹരമാക്കി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവർ. ഒരു സ്പെഷ്യൽ അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അത് വീട് തർത്തീബാക്കുക എന്നത് മാത്രമല്ല, അവർക്ക് വേണ്ട ഭക്ഷണ വിഭവങ്ങളും നമ്മൾ തയ്യാറാക്കാൻ ശ്രമിക്കും. അതിനൊരു പക്ഷേ ചർച്ചകൾ വരെ ഉണ്ടാകും. എന്തൊക്കെ ചെയ്യണം, വേണമെങ്കിൽ അവരൊന്ന് വിളിച്ചു ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്നുവരെ വിളിച്ചു ചോദിക്കാറുണ്ട്. ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നത് പരിശുദ്ധമായ റമദാൻ മാസം. ആ റമദാൻ മാസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു അതിഥിയാണ്. ആ അതിഥിയെ വരവേൽക്കുവാനും അതിനെ സ്വീകരിക്കുവാനും അതിനെ ഉപയോഗപ്പെടുത്തി നമുക്ക് സന്തോഷത്തോടുകൂടി പറഞ്ഞയക്കുവാനും അത് നമുക്കും തൃപ്തി ഉണ്ടാകണം, റമദാനിനും തൃപ്തി ഉണ്ടാകണം. ആ രൂപത്തിൽ റമദാനിനെ സ്വീകരിച്ച് മടക്കി അയക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെന്താ വേണ്ടത്? റമദാനിനെ കൃത്യമായി സ്വീകരിക്കാനും യൂട്ടിലൈസ് ചെയ്യാനും എന്താ നമുക്ക് വേണ്ടത്? എന്താണ് റമദാൻ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം.
ആ റമദാനിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം ആ റമദാനിലെ പുണ്യകർമ്മങ്ങളെക്കുറിച്ചും അതിലൂടെ ഉണ്ടാകുന്ന ചില അഹ്കാമുകളെ കുറിച്ചുമെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അതിനെ ശരിയാവണ്ണം ഉപയോഗിക്കാനും ജീവിതത്തിൽ കൊണ്ടു നടക്കാനും കഴിയുള്ളൂ. ഇപ്പൊ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ലോകത്തറിയപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിയാണ്, പക്ഷെ നമുക്കറിയില്ലെങ്കിൽ അയാൾക്ക് നമുക്ക് യാതൊരു വില ഉണ്ടാവില്ല. നമ്മുടെ കൂടെ സീറ്റിലേക്കുണ്ടാവും, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടാവും, പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. എന്നതുപോലെ റമദാൻ മാസത്തിനെ കൃത്യമായി അറിയണം, ഒന്ന്. രണ്ടാമത്തത് അതിന്റെ പവിത്രതയും മഹത്വത്തെയും തിരിച്ചറിയണം. അത് കൊടുക്കാനുള്ള ആദരവ് കൊടുത്ത് സ്വീകരിക്കാനും ബഹുമാനിക്കാനും അതിന്റെ നന്മകളെ വാരിപ്പുണരാനും നമുക്ക് സാധിക്കും. അങ്ങനെ 10ഓളം ഈ റമദാനിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണ് ഈ ഒരു ഖുതുബയിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നാമത്തത്, പരിശുദ്ധമായ വിശുദ്ധ റമദാൻ മാസം, പുണ്യങ്ങളുടെ ഈ പൂക്കാലം. ആ പൂക്കാലത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഒരിക്കലും സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ സംസാരമാണ്. ആ സംസാരം അള്ളാഹുവിന്റെ കലാം ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി മാർഗദർശനമായി കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട, അത് ഏതെങ്കിലും ഒരു ഗോത്രത്തിലേക്കോ ഒരു കാലഘട്ടത്തിലോ മാത്രമല്ല, ലോകാവസാനം വരെ വരാനിരിക്കുന്ന സർവ ട്രെൻഡുകൾക്കും. കാലങ്ങൾ മാറി മറിയുമ്പോഴും ട്രെൻഡുകൾ മാറി മറിയുന്നു, പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം കാലാതീതമാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ കാലാതീതമായ കൃത്യമായ മാർഗദർശനം നമുക്ക് നൽകുന്ന ആ വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് ഇറക്കിയ മാസമാണ്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധമായ റമദാൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ തെരഞ്ഞെടുപ്പിലൂടെയാണ് നടത്തിയിട്ടുള്ളത്, അല്ലെ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, വയഖ്ലുഖു മാ യശാ വയഖ്താർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലതിനെ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് ചിലതിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. അതിൽ അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത മാസമാണ് പരിശുദ്ധമായ റമദാൻ. വിശുദ്ധ ഖുർആനിന് എത്ര മഹത്വമുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ പ്രാധാന്യം എത്ര ഉണ്ട്, അതറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഇറക്കാൻ തെരഞ്ഞെടുത്ത മാസത്തിനും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു മാസത്തെ എടുത്തു പറഞ്ഞത് ഈ മാസത്തെ കുറിച്ചാണ്. ഷഹ്റു റമളാൻ. റമളാൻ മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ മാസത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. എന്നിട്ട് ആ ഖുർആനിന്റെ ശ്രേഷ്ഠതയാണ് ബാക്കി പറഞ്ഞത്. ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യവും അസത്യവും എന്ത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന പരിശുദ്ധമായ ഗ്രന്ഥം. ആ ഗ്രന്ഥം ഇറങ്ങിയത് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ. അപ്പോൾ ഖുർആനിന് പവിത്രതയുണ്ട്, ആ ഖുർആൻ ഇറക്കപ്പെട്ട മാസത്തിനും പവിത്രതയുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഒന്നാമത്തെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ അവതരണീയമായ മാസമാണ് എന്നതാണ്. രണ്ടാമത്തത് എന്താ? ആ ആയത്തിന്റെ ബാക്കികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരൊറ്റ മാസത്തിലും നോമ്പിനെ നിർബന്ധമാക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നോമ്പിന്റെ പ്രത്യേകതകൾ എന്ത് എന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് ഇതിന്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നോമ്പിന്റെ പ്രത്യേകതകൾ തിരിച്ചറിയണം. ആ നോമ്പ് നിർബന്ധമാക്കിയത് ഈ റമദാൻ മാസത്തിലാണ്. മറ്റൊരു മാസത്തിലും നിർബന്ധമായ നോമ്പില്ല. നിർബന്ധമായ നോമ്പ് ഈ റമദാൻ മാസത്തിലാണ്. നന്മകൾ വാരിക്കൂട്ടാൻ സാധിക്കുന്ന മറ്റൊരു ഇബാദത്തുകൾക്കും തുല്യമാകാത്ത ആ ഒരു പുണ്യകർമ്മം, നോമ്പ് എന്ന പുണ്യകർമ്മം നിർബന്ധമാക്കപ്പെട്ടത് ഈ റമദാൻ മാസത്തിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫലിയസുംഹു. ആരെങ്കിലും ആ മാസത്തിൽ ഷാഹിദാണെങ്കിൽ, രോഗമല്ല, യാത്രക്കാരനല്ല എങ്കിൽ ആ മാസത്തിൽ അവൻ നോമ്പെടുക്കട്ടെ എന്ന അള്ളാഹുവിന്റെ കൽപ്പന ഈ റമദാൻ മാസത്തിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ശ്രേഷ്ഠത ഈ മാസത്തിലാണ് നോമ്പ് നിർബന്ധമായിട്ടുള്ളത് എന്നതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ വിശദീകരിച്ചു തന്നു, ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു. റമദാൻ മാസത്തിലാണ് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിട്ടിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. മൂന്നാമത്തത് അറിയോ? നമ്മുടെ ജീവിതത്തിലൊക്കെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, പരിശ്രമിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത പ്രത്യേകമായ അനുഗ്രഹം ഈ ഒരു മാസത്തിനുണ്ട് എന്ന് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പോലും പറഞ്ഞത്, ഇന്ന അൻസൽനാഹു
ഫീ ലൈലത്തിൻ മുബാറക. അനുഗ്രഹീതമായ മാസത്തിലാണ്, രാത്രിയിലാണ് അതിനെ ഇറക്കിയത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുമായിരുന്നു. റമളാനിന്റെ ആ ഒരു പ്രഭ ചൊരിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ചന്ദ്രപ്പിറവി ആയിക്കഴിഞ്ഞാൽ സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടും. എന്നിട്ട് പറയും, അതാകും റമളാൻ, നിങ്ങളിലേക്ക് റമളാൻ വന്നിരിക്കുകയാണ്. ആ റമളാൻ മാസത്തിന്റെ പ്രത്യേകത എന്താ? ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി, ഷഹ്റുൻ മുബാറകുൻ, ഇത് അനുഗ്രഹീതമായ മാസമാണെന്ന്. അനുഗ്രഹീതമായ മാസം എന്ന ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ പ്രത്യേകത. ഈ മാസം, റമളാൻ മാസം എന്നത് അനുഗ്രഹങ്ങൾ നിറഞ്ഞ മാസമാണ്, അനുഗ്രഹപൂർണമായ മാസമാണ്. ആ മാസത്തെ നമുക്ക് വെറുതെ മടക്കി അയക്കാൻ കഴിയില്ല. എല്ലാ മാസത്തെയും സ്വീകരിക്കുന്നത് പോലെ സ്വീകരിച്ച് മടക്കി അയക്കേണ്ട മാസമല്ല റമളാൻ മാസം. തീർന്നില്ല. നാലാമത്തെ പ്രത്യേകത എന്താ? അതേ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ജാഅ റമളാൻ, റമളാൻ വന്നെത്തിക്കഴിഞ്ഞാൽ, ഇദാ ജാഅ റമളാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗ കവാടങ്ങൾ 8 കവാടങ്ങളാണ്. ആ 8 കവാടങ്ങളും മലർക്കെ തുറക്കപ്പെടും. ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും ആ മാസം പിന്നെ സ്വർഗത്തിന്റെ കവാടം അടയ്ക്കൂല എന്നാണ്. ആ മാസത്തിൽ സ്വർഗത്തിന്റെ കവാടം പിന്നെ അടയ്ക്കുകയില്ല. അതാണ് നാലാമത്തെ പ്രത്യേകത. അഞ്ചാമത്തെ പ്രത്യേകത എന്താ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അതേ ഹദീസിൽ പറഞ്ഞു, വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ്. മറ്റൊരു റിവായത്തിൽ കാണാൻ സാധിക്കും, അങ്ങനെ കൊട്ടിയടച്ച ആ ഒരു നരകത്തിന്റെ കവാടങ്ങൾ ആ മാസത്തിൽ പിന്നെ തുറക്കുകയില്ല എന്ന്. എത്ര ശ്രേഷ്ഠതകൾ! റമളാനിന്റെ പ്രത്യേകതകളാണ് ഇത് പറയുന്നത്. തീർന്നില്ല. ആറാമത്തെ പ്രത്യേകതയായിക്കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വസുൽസിലത്തുൽ ശയാതീൻ വമറദത്തുൽ ജിൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിശാചുക്കളെ ബന്ധനസ്ഥനാക്കുന്ന മാസമാണ്. നമുക്കറിയാലോ, റമളാൻ മാസത്തിൽ കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പള്ളിയിൽ വരാത്ത ആളുകളും എന്ത് ചെയ്യും? റമളാനിലേക്ക് സുബഹിക്ക് പോലും പള്ളിയിൽ വരും. പള്ളിയൊക്കെ ഫുള്ളായിരിക്കും. അവരൊന്നും ആക്ഷേപിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. അങ്ങനെ ആരെങ്കിലും റമളാൻ മാസത്തിൽ അവർ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ധൃതിപ്പെട്ട് പള്ളിയിലേക്ക് വന്നാൽ നിങ്ങൾ ഒരിക്കലും അവരോട് ആക്ഷേപിക്കരുത് എന്നാണ്. ചില ആളുകൾ അങ്ങനെ ചില തെറ്റിദ്ധാരണകളുണ്ട്. അങ്ങനെ വരുന്നവരെ ആക്ഷേപിക്കും, പിന്നെ അവർ തീരെ വരാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഭീമാബദ്ധമാണ്. അതുകൊണ്ട് അങ്ങനെ വരുന്നവരെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് പള്ളിയുമായി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ റമളാനോടുകൂടി ബാക്കിയുള്ള മാസങ്ങളിലും മുന്നോട്ട് അവരെ കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് എടുക്കേണ്ടത്. അതല്ലാതെ അവരെ ചടപ്പിച്ച് പിന്നെ റമളാനിലും അവരെ പുറകോട്ടടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. അത് പ്രത്യേകം സൂചിപ്പിക്കാൻ. ഏതായാലും സഹോദരന്മാരെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആറാമത്തെ പ്രത്യേകത പിശാചുക്കളെ ബന്ധനസ്ഥനാക്കുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ സുബഹി കൃത്യമായിരിക്കും. സുബഹി സാധാരണഗതിയിൽ നിസ്കരിക്കാത്തവർക്ക് സുബഹി കൃത്യമായിരിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അവസരം തരുന്നു. ഇതിലൂടെ നമ്മൾ പരിശ്രമിച്ച് ആ ഒരു നന്മകൾ നേടിയെടുക്കാൻ റമളാനിലും അല്ലാത്ത മാസത്തിലും നിങ്ങൾക്ക് തയ്യാറാകാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തി തരാൻ. അല്ലേ? റമളാനിന്റെ പകലിൽ നമുക്ക് അനുവദനീയമായ ഭക്ഷണം അവിടെ ഉണ്ട്. നോമ്പല്ലായിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു. പക്ഷെ ആരോടും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, ആരും കാണാതെയും എടുത്തു തിന്നാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരിക്കെ അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും നമുക്ക് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടല്ലാത്ത മാസത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചുകൂടാ എന്ന ചിന്ത നമുക്ക് ഇട്ടുതരും എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരാൻ. നമ്മുടെ ഭാര്യ നമ്മുടെ അടുക്കലുണ്ട്, എന്നിട്ടും റമളാനിന്റെ പകലിൽ അവരെ സമീപിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ, അനുവദിക്കപ്പെട്ട ഭാര്യയെ പോലും റമളാനിന്റെ പകലിൽ നമ്മൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സമീപിക്കുന്നില്ലെങ്കിൽ, എങ്ങനെയാണ് അന്യ പെണ്ണുങ്ങളെ നോക്കാനും അവളുടെ പിന്നെ അത്തരം മോശമായ ചിന്താഗതികളും വ്യഭിചാരങ്ങളിലേക്കും ഒരു മനുഷ്യന് പോകാൻ കഴിയുക എന്ന ചിന്ത ഇട്ടുതരണം അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെ തുടങ്ങി റമളാനിന് ഒരുപാട് ചിന്തനീയമായ പാഠങ്ങൾ നമുക്കുണ്ട് എന്ന്. ഏതായാലും റമളാൻ മാസത്തിൽ പിശാചുക്കളെ ബന്ധനസ്ഥനാക്കുന്ന മാസമാണ്. തീർന്നില്ല. ഏഴാമതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്മയിലേക്ക് ക്ഷണിക്കുന്ന മലക്കുകൾ, തിന്മ ചെയ്യരുതേ എന്ന് വിളിച്ചു പറയുന്ന മലക്കുകൾ. ആ മലക്കുകൾ റമളാനിന്റെ ചന്ദ്രപ്പിറവി കണ്ടു കഴിഞ്ഞാൽ മലക്കുകൾ വിളിച്ചു പറയുന്ന യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ. യാ ബാഗിയ ശദ്ദി അഖ്സിർ, തിന്മ ചെയ്യുന്നവരെ, തിന്മ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾ ആ തിന്മയിൽ നിങ്ങൾ കുറവ് വരുത്തൂ, നിങ്ങൾ പിന്നോട്ട് പോകൂ, തിന്മയിൽ നിന്ന് മാറി നിൽക്കൂ എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന മലക്കുകൾ, തിന്മയിൽ നിന്ന് തടയുന്ന മലക്കുകൾ ആ റമളാനിന്റെ പ്രാരംഭത്തിൽ നമ്മോട് വിളിച്ചു പറയുന്ന, നന്മയിലേക്ക് ക്ഷണിക്കാൻ, തിന്മയിൽ നിന്ന് തടയാൻ
നമ്മെ മലക്കുകൾ സഹായിക്കുന്നതാണ്. തീർന്നില്ല, ഇനിയും കാണാൻ സാധിക്കും നരകമോചനത്തിന്റെ മാസമാണ്. 8ാമത്തെ പ്രത്യേകത, റമളാനിന്റെ 8ാമത്തെ പ്രത്യേകത നരകമോചനത്തിന്റെ മാസമാണെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വലില്ലാഹി ഉത്തഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈല. ആ റമളാനിന്റെ എല്ലാ രാത്രിയിലും, ഒറ്റ രാത്രി എന്നല്ല, എല്ലാ രാത്രിയിലും നരകമോചനം അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നു. എന്ന് വെച്ചാൽ നരകം തീരുമാനിക്കപ്പെട്ടവർ അല്ലെങ്കിൽ മരിച്ചുപോയവർ, അവർ നരകത്തിന്റെ ശിക്ഷകൾ ഖബറിൽ തന്നെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസികളാണ്, അവരുടെ തിന്മകൾ കാരണം അത്തരം നരകം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം സ്വർഗനിവാസികളായി നിശ്ചയിക്കുന്ന, അതിലേക്ക് അവരുടെ ആനന്ദം എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് റമളാനിന്റെ രാത്രികൾ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പൊ നരകമോചനത്തിന്റെ മാസം, സ്വർഗപ്രവേശനത്തിന്റെ മാസം, കവാടങ്ങൾ, സ്വർഗത്തിന്റെ കവാടങ്ങൾ കൊട്ടി മലർക്കെ തുറക്കപ്പെടുന്ന മാസം, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടി അടക്കപ്പെടുന്ന മാസം, പിശാചുക്കളെ ബന്ധനസ്ഥനാക്കുന്ന മാസം, വിശുദ്ധ ഖുർആൻ വാനലോകത്തു നിറങ്ങിയ മാസം, മലക്കുകൾ നന്മയിലേക്ക് ക്ഷണിക്കുന്ന മാസം, ഇങ്ങനെ തുടങ്ങി 1000 നന്മകൾ നിറഞ്ഞ മാസമാണ് റമളാൻ മാസം എന്നുള്ളത്. അതാണ് ഒൻപതാമതായി വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ കുറിച്ച് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞപ്പോ റമളാൻ മാസമാണ് എന്ന് പറഞ്ഞു. അപ്പൊ റമളാന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് മുബാറക്കായ രാത്രിയിലാണ് ഇറങ്ങിയതെന്ന് വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു. എന്നിട്ട് ആ മുബാറക്കായ ആ രാത്രിയുടെ പ്രത്യേകത എന്താണ്? അതാണ് റമളാൻ മാസത്തിലെ ആ രാത്രിയുടെ പ്രത്യേകത. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. നിനക്കറിയോ എന്താണ് ആ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്നുള്ളത്? വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസം എന്നല്ല പറഞ്ഞത്, 1000 മാസങ്ങളെക്കാൾ ഖൈർ. 1000 മാസം തന്നെ നമ്മൾ 12 കൊണ്ടെന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 83 വർഷവും ചില്ലറ മാസവുമാണ് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുരുഷായുസിനെ കുറിച്ച് പറഞ്ഞത് മാബൈന 60 വ 70, 60-നും 70-നും ഇടയിലെന്നാണ്. എന്നാൽ അതിനേക്കാൾ ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടാൻ സാധിക്കുന്ന നന്മ 83 വർഷവും ചില്ലറ മാസവും എന്നല്ല, അതിനേക്കാൾ അപ്പുറമാണ്, അത് കണക്കാക്കാൻ കഴിയാത്തതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, ലില്ലാഹി ഫീഹി ലൈല. ആ ദിവസത്തിൽ, ആ മാസത്തിൽ, റമളാൻ മാസത്തിൽ അല്ലാഹുവിന് ഒരു രാത്രിയുണ്ട്. അല്ലാഹു പ്രത്യേകമാക്കിയ ഒരു രാത്രിയുണ്ട്. ലില്ലാഹി ഫീഹി ലൈല ഖൈറും മിൻ അൽഫി ശഹർ. അതിന് 1000 മാസം, 1000 മാസം എന്നല്ല, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാത്രിയാകുന്നു ആ രാത്രി. ആ രാത്രിയിലെ നന്മക്ക് 1000 മാസങ്ങളെക്കാൾ ചെയ്ത നന്മകൾ, 1000 മാസങ്ങൾ എടുത്തുകൊണ്ട് ചെയ്ത നന്മകൾ അതിലൊറ്റ രാത്രി കൊണ്ട് നമുക്ക് ലഭിക്കും. അങ്ങനെയുള്ള ഒരു രാത്രി, സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഓഫറാണത്. ആ ഓഫർ റമളാനിൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ശ്രദ്ധേയമായ വാചകം നമ്മൾ അടിവരയിടണം. എന്നറിയോ? മൻ ഹുരിമ ഖൈറഹ. ആ രാത്രിയിലെ നന്മ ആർക്കെങ്കിലും തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഖദ് ഹുരിമ, അവന്റെ നന്മകളെല്ലാം തടയപ്പെട്ടിരിക്കുന്നു. മറ്റൊരു റിവായത്തിൽ കാണാൻ സാധിക്കുന്നത്, മൻ ഹുരിമ ഖൈറഹ ഇല്ലാ മഹ്റൂമുൻ. സർവ്വ നന്മകളും തടയപ്പെട്ടവനല്ലാതെ, ദൗർഭാഗ്യവാനല്ലാതെ ആ രാത്രിയിലെ നന്മ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, എത്രയെത്ര നന്മകൾ വാരിക്കൂട്ടാൻ സാധിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ മാസമാണ് ഈ നമുക്ക് വരാനിരിക്കുന്നത്. തീർന്നില്ല, ഒരു വർഷത്തെ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന മാസം അത് റമളാൻ മാസത്താണ്. ഖൈറു മിൻ അൽഫി ശഹർ എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ആയത്തുകൾ അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഖൈറു മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു. മലക്കുകളും റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാമും കൂടി ആ വാനലോകത്തു നിന്ന് താഴേക്ക് ഇറങ്ങി വരും. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ആ ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങളുമായി കൊണ്ട്, നമ്മുടെ ഖദറുമായി കൊണ്ടാണ് ആ മലക്കുകൾ ഇറങ്ങി വരുന്നത്. തീർന്നില്ല, അന്നത്തെ ഫജ്ർ വരെ സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. അന്നത്തെ പുലരി വരെ സലാമായിരിക്കും, സമാധാനമായിരിക്കും, ആ രാത്രി ശാന്തമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത്. അങ്ങനെയുള്ള രാത്രിയുള്ള മാസമാകുന്നു
ഷഹ്റു റമളാൻ. അതുകൊണ്ട് എത്രയെത്ര നന്മകളാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത്, എത്രയെത്ര ശ്രേഷ്ഠതയാണ് ഈ റമളാൻ മാസത്തിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ റമളാനിനെ, ഇങ്ങനെയുള്ള വിശിഷ്ടമായ ഈ ഒരു അതിഥിയെ വെറുതെ നമ്മൾ സ്വീകരിച്ച് മടക്കി അയക്കേണ്ടവരല്ല. നമ്മൾ ഒരുങ്ങണം, പള്ളികൾ ഒരുങ്ങണം, വീടുകൾ ഒരുങ്ങണം, വീടകങ്ങൾ ഒരുങ്ങണം, നമ്മുടെ മനസ്സു തയ്യാറാകണം, നമ്മുടെ ശരീരം അതിനു വേണ്ടി തയ്യാറാകണം, നമ്മുടെ ആത്മാവും അതിനു വേണ്ടി തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റമളാൻ മാസത്തിലെ 9 ശ്രേഷ്ഠതകളാണ് നമ്മൾ കേട്ടത്. 10ാമത്തെ ശ്രേഷ്ഠതയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു, റമളാൻ ഇലാ റമളാൻ മുകഫിറാത്ത്. ഒരു റമളാൻ അടുത്തൊരു റമളാൻ വരെയുള്ള പാപങ്ങൾ പുറത്തു കിട്ടുന്ന അവൻ വൻ പാപങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതമാണ് അവന്റെ ജീവിതത്തിലുള്ളതെങ്കിൽ സ്വാഭാവികമായും സംഭവിച്ചു പോകുന്ന ചെറുപാപങ്ങൾ, ആ ഒരൊറ്റ വർഷത്തിലെ മുഴുവൻ പാപങ്ങളും ഈ റമളാൻ കൊണ്ട് പുറത്തു മാപ്പാക്കപ്പെടും എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി റമളാനിന്റെ നന്മകൾ പറഞ്ഞ പ്രത്യേകമായ പ്രവർത്തനങ്ങളുടെ വിഷയത്തിൽ പോലും അതിന്റെ ശ്രേഷ്ഠത പറയുന്നിടത്ത്, അതിന്റെ പ്രതിഫലം പറയുന്നിടത്തും നമുക്ക് കാണാൻ സാധിക്കും, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാൻ മാസത്തിൽ ആരെങ്കിലും നോമ്പെടുത്താൽ അവന് കിട്ടുന്ന പ്രതിഫലം അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കിട്ടുന്ന. റമളാൻ മാസം കൊണ്ട് തന്നെ പാപങ്ങൾ പുറത്തു കിട്ടും, റമളാനിലെ നോമ്പിനെ കൊണ്ട് നമുക്കും പാപങ്ങൾ പുറത്തു കിട്ടും. ഇനി അവിടെയും തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ റമളാൻ മാസത്തിൽ രാത്രി നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിന്ന് നിസ്കരിച്ചത് കൊണ്ട് തന്നെ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ, ഇങ്ങനെ നോക്കുമ്പോൾ റമളാൻ എന്നത് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള മാസമാണ്. റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ നോമ്പ് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണമാണ്. അതുപോലെ തന്നെ രാത്രി നിസ്കാരം, സുന്നത്തായ രാത്രി നിസ്കാരവും നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണമായി അല്ലാഹു നിശ്ചയിക്കുകയും ചെയ്തു. ഇങ്ങനെ തുടങ്ങി റമളാൻ മുഴുവൻ പുണ്യങ്ങളും നന്മകളും പാപം പുറത്തു കിട്ടാനുമുള്ള ഏറ്റവും നല്ല അവസരമായി കൊണ്ട് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ നിശ്ചയിച്ചതിനെ, അള്ളാഹു തീരുമാനിച്ചതിനെ ആ രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറാകണം എന്നുള്ളതാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ വന്നു പോകാം. കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ ആദം സന്തതികളും തിന്മകൾ ചെയ്യുന്നവരാണ്, ഒരാളും പാപം മുക്തരല്ല എന്ന് വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ ഹദീസുകളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എല്ലാ മനുഷ്യന്റെ ഹൃദയവും തിന്മയിലേക്ക് ചാഞ്ഞതാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ തിന്മകൾ എല്ലാ മനുഷ്യരിലും വരും. എല്ലാ മനുഷ്യരിലും ചെറിയ ചെറിയ തിന്മകൾ എന്തായാലും ഉണ്ടാകും. അത്തരം തിന്മകൾ മായ്ക്കപ്പെടണമെങ്കിൽ സഹോദരന്മാരെ, നമുക്ക് ഈ റമളാനിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറുന്ന സമയത്താണ് 3 പ്രാവശ്യം ആമീൻ പറയുന്നത് സ്വഹാബത്ത് ശ്രദ്ധിക്കുന്നു. എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അതാനി ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കലേക്ക് വന്നിരുന്നു. ഞാൻ മിമ്പറിൽ കയറുമ്പോൾ 3 പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. അതിലൊരു പ്രാർത്ഥന റഹിമ അൻഫു ഇംരിഇൻ, ഒരു മനുഷ്യൻ മൂക്കുകുത്തി വീഴട്ടെ. മൂക്കുകുത്തി വീഴുക എന്ന് പറഞ്ഞാൽ എന്താ? അവൻ നാശമടയട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. നാശമടയട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച വിഷയം എന്താണ്? അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു. ഒരു മനുഷ്യന് റമളാൻ കിട്ടി, പക്ഷെ ആ റമളാൻ അങ്ങ് കഴിഞ്ഞു പോയിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ മൂക്കുകുത്തി താഴെ വീഴട്ടെ, അല്ലെങ്കിൽ നാശമടയട്ടെ എന്ന പ്രാർത്ഥന ആരാ പ്രാർത്ഥിച്ചത്? മലക്കുകളിൽ നേതാവായ, മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കാൻ. ആമീൻ പറഞ്ഞതാരാ?
മനുഷ്യരിൽ അഷ്റഫുൽ ഖൽക്കായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രാർത്ഥിക്കുന്നത്, ആമീൻ പറയുന്നത്. ഈ പ്രാർത്ഥന ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഒരിക്കലും ഈ പ്രാർത്ഥനയ്ക്ക് വിധേയമാകുന്ന ആളുകളായി ഞാനും നിങ്ങളും മാറാൻ പാടില്ല. അതിനെന്തു വേണം? റമദാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. റമദാനിനെ കൃത്യമായി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ 2 വ്യക്തികളാണ്. ഈ 2 വ്യക്തികളും ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ ഒരു വ്യക്തിയാകട്ടെ യുദ്ധത്തിൽ 1 വർഷം മുമ്പ് തന്നെ ഷഹീദായി.